ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025-26 ഈ വർഷത്തെ പുതിയ സിലബസ് പ്രകാരമുള്ള 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ പരിസര പഠനത്തിൻ്റെ ഒരു മാതൃകാ ചോദ്യപേപ്പറും അതുപോലെ അതിൻ്റെ ഉത്തരങ്ങളുമാണ്. നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ പ്രവർത്തനം 1, സസ്യങ്ങൾ പലവിധം. സസ്യങ്ങൾ പലതരത്തിലുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ്, വെള്ളത്തിലുള്ള ചെടികളുണ്ട്, അതുപോലെ മരുഭൂമിയിലുള്ള ചെടികളുണ്ട്. വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് പതിപ്പ് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും. ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക. അപ്പോൾ ഇത് എവിടെ കാണപ്പെടുന്നു? മണ്ണിലാണോ, വെള്ളത്തിലാണോ, മരുഭൂമിയിലാണോ, അങ്ങനെ ഓരോ സ്ഥലത്താണ് ഓരോ ചെടികളും കാണപ്പെടുന്നത്. അതിനനുസരിച്ചാണ് നിറം നൽകേണ്ടത്. മരുരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകണം. മരുരൂഹങ്ങൾക്ക് ചുവപ്പ് നിറം. എന്താണ് മരുരൂഹങ്ങളിലെ? മരുഭൂമിയിലെ സസ്യങ്ങളാണ്. എങ്ങനെ മുള്ളുകൾ പോലെ പച്ച കളറിലൊക്കെ കാണുന്ന മരുഭൂമിയിലെ കള്ളിമുൾച്ചെടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ളതല്ലേ, മുള്ളുകളൊക്കെ പോലെ കാണപ്പെടും. ഇതൊക്കെ എല്ലാവരും മുള്ളിൻ്റെ പോലെ കാണുന്നതും പച്ച കളറിലൊക്കെ ആയിട്ടുള്ള മരുഭൂമിയിലെ ചെടികളാണ് മരുരൂഹങ്ങളിലെ. ഇത് 3ഉമാണ്. അതിന് 3നും നമുക്ക് എന്താണ്, ചുവപ്പ് കളർ കൊടുക്കാം, റെഡ് കളർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ സ്പേസ്, അപ്പോൾ ഇവിടെ എന്താണ്, റെഡ് കളർ കൊടുക്കുക. ഇതാണല്ലേ കള്ളിമുൾച്ചെടികൾ, മരുഭൂമിയിലെ മരുരൂഹങ്ങൾ. മുള്ള് പോലെയുള്ളത് വെള്ളത്തിലല്ലല്ലോ ഉള്ളത്, മരുഭൂമിയിലെ സ്ഥലം ഇവിടെ കാണാനുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളത് 3 എന്താണ്, റെഡ് കളർ കൊടുക്കുക. പിന്നെന്താണ്, ബ്ലൂ കളർ കൊടുക്കേണ്ടത് വെള്ളത്തിലുള്ളതില്ലേ, ജലസസ്യങ്ങളിലെ വെള്ളത്തിൽ വളരുന്നവർക്ക് ബ്ലൂ കളർ കൊടുക്കുക, നീല നിറം കൊടുക്കുക. വെള്ളത്തിലുള്ള ഇതിന് 3നും എന്താണ്, ബ്ലൂ കളർ, നീല നിറം കൊടുക്കുക. ജലസസ്യങ്ങളാണ്, കണ്ടില്ലേ, വാട്ടർ പ്ലാന്റ്സ് ആണല്ലേ, വെള്ളത്തിലാണുള്ളത് അല്ലേ, ഒക്കെ വെള്ളത്തിലുള്ള ചെടികളാണ്. അപ്പം ഇതിലെ ബി ക്വസ്റ്റ്യൻ, മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയാണുള്ളത്. താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. മത്സ്യങ്ങളുടെ ആകൃതി, വാൽച്ചിറക്. മത്സ്യത്തിന് ഇങ്ങനെ ജലത്തിലൂടെ നീന്താനില്ലേ, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് മത്സ്യങ്ങളുടെ ആകൃതി സഹായിക്കുന്നില്ലേ? അങ്ങനെ ഒരു ഷേപ്പായിട്ടാണ്, അതിൻ്റെ ആകൃതി അങ്ങനെ ആയിട്ടാണ് അവർക്ക് അതിലൂടെ ഇങ്ങനെ നീന്താൻ കഴിയുന്നത്. അതിൻ്റെ വാൽച്ചിറകിൻ്റെ ഷേപ്പൊക്കെ അത് ഇങ്ങനെ ആയതുകൊണ്ടാണ് മത്സ്യത്തിൻ്റെ വാൽച്ചിറകിൽ ഇങ്ങനെ ആയതുകൊണ്ട് നീണ്ടിട്ട് അതുപോലെ അതിൻ്റെ ആകൃതിയൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള ആകൃതിയൊക്കെ ആയതുകൊണ്ടല്ലേ, ആ ഒരു ഷേപ്പും വാൽച്ചിറകിൻ്റെ ആകൃതിയൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് അവർക്ക് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ നീന്താൻ പറ്റിയ ബോഡി ഷേപ്പാണ് അല്ലേ, അതായത് മത്സ്യങ്ങളുടെ ആകൃതി, അവയുടെ ഷേപ്പില്ലേ, വാൽച്ചിറക്. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തെ, ചെകിളപ്പൂക്കൾ നിറം ഏതായാലും കുഴപ്പമില്ലല്ലോ, നീന്താൻ അത് ആവശ്യമാണോ? ഇല്ല. കടൽ വെള്ളം, പുഴവെള്ളം അതൊന്നും ഒരു പ്രശ്നമല്ല, ഏത് വെള്ളമായാലും നീന്താം അല്ലേ. വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ അത് ആവശ്യമാണല്ലേ. വഴുവഴുപ്പുള്ള ശരീരം അതുപോലെ ചിറകുകളും ഇങ്ങനെയുള്ള ചിറകുകളൊക്കെ ഉണ്ടായിട്ടാണ് അവർക്ക് ഇങ്ങനെ നീന്താൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, അവയുടെ പ്രത്യേകതയാണ്. അപ്പോൾ രണ്ടും വരുന്നത് ഏതാണ്, രണ്ടും വരുന്നത് 1ഉം 4ഉം അല്ലേ. അപ്പോൾ 1ഉം 4ഉം എന്നുള്ള ബി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ബി ആണല്ലേ 1ഉം 4ഉം ശരിയുള്ള ഓപ്ഷൻ 1ഉം 4ഉം ശരിയാണല്ലേ. 4ാമത്തതും 1ാമത്തതും ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയുള്ളത്. നേരെ നോക്കി 1 മാത്രം, ഇത് ശരിയാണ്, 1 മാത്രം എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കരുത്. ബാക്കിയുള്ളതൊക്കെ വായിച്ച് നോക്കുക. 1ഉം 4ഉം രണ്ടും ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, 1ഉം 4ഉം ശരി എന്നുള്ള ബി ആണ്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. സി ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽപ്പെടാത്തതിനെ കണ്ടെത്തി എഴുതൂ. വനം, കുളം, കടൽ, മരുഭൂമി. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? അപ്പോൾ ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്, ഒറ്റപ്പെട്ടത്? നമ്മുടെ കുളമാണല്ലേ, ബി ആണ്. അപ്പോൾ ബി ആണ് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത്. ഇതെന്താണ്, ചെറിയ ആവാസ വ്യവസ്ഥയാണല്ലേ, ചെറുതാണ് കുളം എന്ന് പറയുന്നതില്ലേ. കടലെന്ന് പറഞ്ഞാൽ വലിയ ആവാസ വ്യവസ്ഥയാണല്ലേ, വലുതാണ് അല്ലേ. കടൽ, മരുഭൂമി, വനമൊക്കെ ഇങ്ങനെ നീണ്ട അനന്തമായി കിടക്കുന്ന വലിയ ആവാസ വ്യവസ്ഥകളാണ് അല്ലേ. ഇതിനൊരറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കടൽ, മരുഭൂമിക്കൊക്കെ വലുതാണ്. അതുപോലെ എന്താണ്, ഇത് ചെറുതാണ്, ചെറിയ ആവാസ വ്യവസ്ഥ, കുളം മാത്രമാണ്. അപ്പോൾ ഒറ്റപ്പെട്ടത് കുളമാണ്. അപ്പോൾ 1ൽ എ ക്വസ്റ്റ്യൻ ഇത്രയുണ്ടല്ലേ, എ ബി സി എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ 1ൽ ബി ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. 1ൽ ബി ക്വസ്റ്റ്യൻ ഏതാണ്? നിങ്ങൾക്ക് നല്ലോണം അറിയുന്ന ഏതെങ്കിലും ഒന്ന് എഴുതുക. അപ്പോൾ ആദ്യം 2 ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് നല്ലോണം അറിയുന്നതിൽ ആദ്യത്തെ 15 മിനിറ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ആൻസർ അറിയുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് എഴുതുക അല്ലേ. 1ൽ എ ആണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ അത് എഴുതുക. 1ൽ ബി പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾ അത് വേഗം എഴുതും അറിയാത്തതില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നത് 1ൽ ബി ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ വായിച്ചിട്ട് അറിയുന്നതിലെ കൂടുതൽ അറിയുന്നത് ഏതാ നോക്കുക. പ്രവർത്തനം 1ൽ ബി, അതിജീവനവും ജീവികളും. വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട് അല്ലേ. ഇതിൻ്റെ മരുഭൂമിയിൽ ജീവിക്കാൻ അനുയോജ്യമായ ശരീരമാണ് ഒട്ടകത്തിനുള്ളത് അല്ലേ. വെള്ളത്തിൽ ജീവിക്കാൻ അനുയോജ്യമായ ശരീരഘടനയാണ് മീനിൻ്റെ, മത്സ്യത്തിനുള്ളത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ശരീരഘടനയുണ്ട് അല്ലേ.
താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതുക. അപ്പോൾ ഇവയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത, ശരീരഘടനകൾ എങ്ങനെയൊക്കെയാണല്ലേ, അവരുടെ സവിശേഷതകളാണ് എഴുതേണ്ടത് അല്ലേ. ഒട്ടകത്തിന് എന്താണ്, മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശരീരഘടനയാണ് അല്ലേ. എന്തൊക്കെ ഫീച്ചേഴ്സാണ്? ആദ്യം തന്നെ ഇവിടെ ഒരു മുയ പോലുള്ള സാധനം നമ്മൾ ശ്രദ്ധയിൽ പെട്ടെന്ന് കാണാറുണ്ടല്ലോ. എന്താണ്, ഏതെന്താണ്, അവയ്ക്ക് കൊഴുപ്പ് സംഭരിക്കാനുള്ളതാണ്. അതായത് ഭക്ഷണത്തിൻ്റെ കൊഴുപ്പൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഭക്ഷണം കിട്ടാതാവുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കും. ഈ കൊഴുപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂന് പോലുള്ള ഈ സാധനം അല്ലേ. മുതുകിലെ മുയയിൽ കൊഴുപ്പ് സംഭരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഒട്ടകത്തിനുണ്ട് അല്ലേ. അപ്പോൾ കൊഴുപ്പ് സംഭരിച്ച് വെക്കാനുള്ള അത് മുതുകുണ്ടല്ലേ ശരീരത്തിന് അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് മരുഭൂമിയില്ലേ, മരുഭൂമിയിൽ വെള്ളമൊക്കെ കിട്ടാതാവും ഇല്ലേ. അവർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ, ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലൊക്കെ ഈ കൊഴുപ്പ് എടുത്തിട്ട് ഭക്ഷിക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. അതുപോലെ ഇവക്ക് എന്താണ്, കുറഞ്ഞ വിയർപ്പാണ് ഉണ്ടാവുക അല്ലേ. മരുഭൂമിയിലാണ് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവക്ക് എന്താണ്, അവിടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യത്തിനനുസരിച്ചിട്ട് ബോഡി ഫീച്ചറാണല്ലേ. കുറഞ്ഞ വിയർപ്പാണ്, അധികം ചൂടൊന്നും എടുക്കില്ല. അതുകൊണ്ട് തന്നെ അവക്ക് മരുഭൂമിയിൽ ജീവിക്കാം അല്ലേ. കട്ടിയുള്ള രോമാണ്, നല്ല കട്ടിയുള്ള രോമങ്ങളാണുള്ളത്. നീണ്ട കാലുകളാണ് അല്ലേ, നീണ്ട കാലുകളാണ്. അതുപോലെ വീതിയുള്ളതും പരന്നതുമായ പാദങ്ങളാണല്ലേ. അതായത് മരുഭൂമിയിൽ താന്നു പോവാതെക്കാനുള്ള വീതിയുള്ളതും പരന്നതുമായ പാദങ്ങളാണ്. അതുപോലെ കടുപ്പമുള്ള വായ്പാളിലെ മൗത്തിൽ നല്ല കട്ടിയുള്ള ടഫായിട്ടുള്ള മൗത്ത് ലൈനിങ് ആണല്ലേ, നല്ല കട്ടിയുള്ള വായ്പാളിയാണ്. മുതുകിലെ മുയ ഉണ്ടല്ലേ, മുതുകിലെ മുയയിൽ കൊഴുപ്പ് സംഭരിക്കാനുള്ള കഴിവുണ്ട്. കുറഞ്ഞ വിയർപ്പാണ്, കട്ടിയുള്ള രോമങ്ങളുണ്ട്. അതുപോലെ നീണ്ട കാലുകളാണ്, വീതിയുള്ളതും പരന്നതുമായ പാദങ്ങളാണ്. ഓരോ ബോഡി നോക്കുക. പിന്നെന്താ ബാക്കിയുള്ളത്? വായ എങ്ങനെയാണ്? കടുപ്പമുള്ള വായ്പാളിയാണ്. അപ്പോൾ എല്ലാ ബോഡി ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു. അതുപോലെ മത്സ്യത്തിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇല്ലേ, എന്തൊക്കെയായിരുന്നു? മത്സ്യത്തിൻ്റെ ആകൃതി, വാൽച്ചിറക്, വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകളൊക്കെയാണ് അതിനെ എന്താണ്, നീന്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ആകൃതിയെക്കുറിച്ചിട്ട് എഴുതുക. ബി, താഴെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിലെയും സന്ദർഭം ശ്രദ്ധിക്കുക. കുന്നുകൾ ഇടിച്ചു നിരത്തുകയും വയലുകൾ മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എഴുതുക. ഇവിടെ എന്താണ്, കുന്നുകൾ ഇടിച്ചു നിരത്തുന്ന ചിത്രമുണ്ട്, വയലുകൾ മണ്ണിട്ട് നികത്തുന്ന അല്ലേ, മണ്ണിട്ട് നികത്തുന്ന അതിൻ്റെ ദോഷങ്ങളില്ലേ, എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പ്രകൃതിക്ക്. കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുമ്പോൾ ഈ കുന്നുകളിൽ എന്താണ് അല്ലേ, കുറേ ആനിമൽസ്, മൃഗങ്ങൾ ഉണ്ടാവും ഇല്ലേ ഈ കുന്നുകളിൽ. അപ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥ അല്ലേ, അവിടെ ജീവിക്കുന്നവരുടെ അവരുടെ സ്ഥലം, വാസസ്ഥലം നഷ്ടപ്പെടുകയാണല്ലേ. നിരവധി മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. ഈ ആവാസ വ്യവസ്ഥയാണ് ഇവർ നശിപ്പിക്കുന്നത്, അവർക്ക് നഷ്ടമാകുന്നു. അവിടെ സസ്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ചെടികളൊക്കെ ഉണ്ടാവും, അത് നശിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സസ്യങ്ങളെല്ലാം നശിക്കുന്നു. അതുപോലെ തന്നെ ജലക്ഷാമത്തിന് കാരണമാകുന്നു അല്ലെ, വെള്ളമില്ലാതാകുന്നു. അതുപോലെ ചൂട് കൂടുന്നു അല്ലെ, മരങ്ങളൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ്, ജലം നഷ്ടമാകുന്നു. അതുപോലെ എന്താണ്, ചൂട് കൂടുന്നു അല്ലേ, മരങ്ങളില്ലെങ്കിൽ തണലുണ്ടാവില്ലല്ലോ. അപ്പോൾ ചൂട് കൂടുന്നു, ജലക്ഷാമത്തിന് കാരണമാകുന്നു. 4 കാരണങ്ങൾ നമുക്ക് എഴുതാം. നെക്സ്റ്റ് എന്താണ്, അടുത്തത് വയലുകൾ മണ്ണിട്ട് നികത്താണല്ലേ. വയലുകളിൽ എന്തൊക്കെയുണ്ടാവുക? കൃഷി ഉണ്ടാവില്ലേ, അപ്പോൾ കൃഷിയൊക്കെ നശിക്കും ഇല്ലേ. നിരവധി ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടും അല്ലേ. ഇവിടെ ഉണ്ടാവും ജീവജാലങ്ങൾ, 2 സ്ഥലത്ത് നമുക്ക് അത് എഴുതാം. നിരവധി ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ നഷ്ടമാകും. അതുപോലെ കൃഷിഭൂമി നഷ്ടപ്പെടും അല്ലേ, കൃഷിഭൂമിയുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഭക്ഷ്യക്ഷാമം അല്ലേ, കൃഷിയിടങ്ങൾ നശിച്ചാലല്ലേ, വയലുകളിൽ എന്താണ്, നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് വയലുകളിൽ, അത് മണ്ണിട്ട് നികത്തിയാൽ എന്താണ്, ഭക്ഷ്യക്ഷാമം ഉണ്ടാവില്ലേ, ഭക്ഷണം കിട്ടാത്ത ക്ഷാമം അല്ലേ, ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണ് ക്ഷാമം അല്ലേ, ഭക്ഷണമില്ലാതെയാകും അല്ലേ. അതുപോലെ കൃഷിഭൂമിയൊക്കെ എന്താണ്, നഷ്ടപ്പെട്ടു പോവുകയാണല്ലേ. കൃഷിയിടങ്ങളാണ് മണ്ണിട്ട് നശിപ്പിക്കുന്നത്, വയലുകൾ അല്ലേ. അപ്പോൾ കൃഷിയിടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. സി, ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതുക. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയാണ് അല്ലേ, അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എ, വൈവിധ്യം ആഘോഷിക്കൂ, വന്യജീവികളെ സംരക്ഷിക്കൂ. ബി, വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. സി, ആവാസ വ്യവസ്ഥ വിവിധ ജീവിയ അജീവീയ ഘടകങ്ങളുടെ സംയോജനമാണ്. ഡി, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ആവാസ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തോന്നുന്നത്? ബി അല്ലേ, വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയാണ് അല്ലേ, ജീവൻ നിലനിർത്തുകയാണ്, വനങ്ങളെ സംരക്ഷിക്കുക അല്ലേ. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ, അതുമായിട്ട് ബന്ധപ്പെട്ടത് ബി ആണ്. അപ്പോൾ അതെടുത്ത് ഇങ്ങോട്ട് എഴുതുക. പ്രവർത്തനം 2, ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വം.
മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങളിലെ മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ മണ്ണ് മലിനമാകുന്നത് എപ്പോഴൊക്കെയാണല്ലേ ആ സന്ദർഭങ്ങൾ എഴുതണം. മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികളിൽ ഏതൊക്കെ ജീവികൾക്കാണ് ആ മണ്ണ് മലിനീകരണം ബാധിക്കുന്നതിലെ ആരൊക്കെയാണത് ബാധിക്കുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നത് എന്നും എഴുതണം. മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അമിതമായിട്ട് കീടനാശിനികൾ പ്രയോഗിച്ചാൽ മരുന്നടിച്ചാൽ അപ്പോൾ മണ്ണ് മലിനമാകും മണ്ണ് മലിനമാകുകയാണ് ചെയ്യുന്നത്. മണ്ണിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ മണ്ണ് മലിനമാകുകയല്ലേ. മണ്ണിനെ വൃത്തികേടാക്കുന്ന സന്ദർഭങ്ങൾ മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അപ്പോൾ മണ്ണ് മലിനമാക്കുന്ന രണ്ടാമത്തെ സന്ദർഭമാണത്. പിന്നെ എങ്ങനെ എഴുതാം വ്യവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിലൂടെ മണ്ണ് മലിനമാകുന്നു വ്യവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. നമ്മുടെ ഫാക്ടറിയിലൊക്കെ ഉള്ള മാലിന്യങ്ങളിലെ അത് പുറത്തേക്ക് തള്ളുമ്പോൾ മണ്ണ് മലിനമാകുകയല്ലേ ചെയ്യുന്നത്. അതാണ് വ്യാവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ഖനനം വഴി പുറന്തള്ളുന്ന വിഷവസ്തുക്കൾ ഖനനം വഴി പുറന്തള്ളുന്ന വിഷരാസവസ്തുക്കൾ വിഷരാസവസ്തുക്കളൊക്കെ എന്താണ് പുറന്തള്ളുന്നത് വഴി എന്താണ് മണ്ണിലേക്കാവുന്നു. അതുവഴി മണ്ണ് മലിനമാവുകയാണ് ചെയ്യുന്നത് വിഷരാസവസ്തുക്കൾ പുറന്തള്ളുന്ന വിഷരാസവസ്തുക്കൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ മണ്ണ് മലിനമാക്കുന്നുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ട് കീടനാശിനി പ്രയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ മണ്ണ് മലിനമാക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ മണ്ണിൽ കുറച്ച് ജീവികൾ ഉണ്ടാവില്ലേ. ആ ഏതൊക്കെ ജീവികളെ അത് ബാധിക്കുക. ഏതൊക്കെ ജീവികളാണ് മണ്ണിലുള്ളത്. മണ്ണിരയുണ്ട് അതുപോലെ ബാക്ടീരിയ ഉണ്ടാവും മണ്ണിൽ, പ്രാണികൾ ഉണ്ടാവും, ചെറുജീവികൾ പലതരം ചെറുജീവികളുണ്ടാവും, സസ്യങ്ങളുണ്ടാവും, മനുഷ്യരുണ്ടാവും എല്ലാം അങ്ങനത്തെ എല്ലാ ജീവികളെയും ബാധിക്കുന്നുണ്ട്. മണ്ണ് മലിനമാവുന്നത് നമ്മളെ ബാധിക്കില്ലേ സസ്യങ്ങളെ ബാധിക്കില്ലേ. ചെറുജീവികളുണ്ടാവും, പ്രാണികളുണ്ടാവും, അതിൽ ബാക്ടീരിയകളുണ്ടാവും, അവയൊക്കെ അത് ബാധിക്കുന്നുണ്ട് അവർക്കൊക്കെ ദോഷം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മലിനമായ നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാവും അപ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് വിവിധ തരം ജീവികൾ ഇല്ലാതാകുന്നു മണ്ണിങ്ങനെ മലിനമാക്കുന്നതിലൂടെ അതിലുള്ള ജീവികളൊക്കെ നഷ്ടപ്പെടുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്. വിവിധ തരം ജീവികൾ ഇല്ലാതാകുന്നു അവയുടെ വംശനാശം വരെ സംഭവിക്കുന്നുണ്ട് മണ്ണിൻ്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുന്നില്ലേ. മണ്ണിനൊരു ഗുണമേന്മ ഉണ്ടാവില്ല, അത് നഷ്ടമാകുന്നില്ലേ. മണ്ണ് ഇങ്ങനെ കേടാക്കിയാൽ മണ്ണിനെന്താണ് നല്ല വളക്കൂറുള്ള മണ്ണ്, നല്ല ഗുണമേന്മയുള്ള മണ്ണൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നാശിക്കുകയാണ് ചെയ്യുന്നതില്ലേ. അതായത് മണ്ണിൻ്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുന്നു, ആഹാര ശൃംഖലയിൽ തടസ്സം നേരിടുന്നു, അതുപോലെ ഭൂഗർഭജലം മലിനമാകുന്നു ഭൂഗർഭജലം മലിനമാകുന്നു മണ്ണ് മലിനമാകുന്നു. അതുപോലെ ഭൂഗർഭജലമൊക്കെ മലിനമാകുകയാണ്. ആഹാര ശൃംഖലയിൽ എന്താണ് തടസ്സം നേരിടുന്നു. ഇതൊക്കെ മണ്ണ് മലിനമായാൽ ആഹാര ശൃംഖലയെ മണ്ണിലല്ലേ ഓരോന്നുണ്ടാക്കുന്നത് ആഹാര ശൃംഖലയിൽ തടസ്സം നേരിടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതെന്ന് എഴുതുക. ഇത് ഏത് മലിനീകരണമാണ് വായു മലിനീകരണം, എയർ പൊല്യൂഷൻ ആണല്ലേ വായു മലിനീകരണം. വായുവിനല്ലേ മലിനമാക്കുന്നത്. ഇതെന്താണ് ജലമലിനീകരണം, വാട്ടർ പൊല്യൂഷൻ വെള്ളത്തെ മലിനമാക്കുന്നത്. ജലമലിനീകരണം വെള്ളത്തെ മലിനമാക്കുകയല്ലേ ചെയ്യുന്നത്. ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റൊക്കെ കൊണ്ടുപോയി തള്ളുകയാണല്ലേ, വെള്ളത്തെ മലിനമാക്കുകയാണ്. അതായത് ജലമലിനീകരണം, വാട്ടർ പൊല്യൂഷൻ. ഇതെന്താണ് എയറിനല്ലേ വായുവിനെയാണ് മലിനമാക്കുന്നത്. അതായത് എയർ പൊല്യൂഷൻ, വായു മലിനീകരണം, ജലമലിനീകരണം. അടുത്തത് പ്രവർത്തനം 3 സ്വതന്ത്ര ഭാരതഭൂമി അതിലെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഈ മുകളിൽ കൊടുത്ത കുറിപ്പ് വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണ് ആ പാരഗ്രാഫിലുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എക്സാമ്പിളായിട്ട് നിങ്ങൾ ഈ ഫസ്റ്റത്തെ ചോദ്യം നോക്കൂ. വിദേശികൾ ഇന്ത്യയിൽ എത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു. എന്തിനാണ് വിദേശികൾ ഇന്ത്യയിൽ എത്തിയത്. എന്തിനായിരുന്നു. സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിനായിരുന്നു വിദേശികൾ ഇന്ത്യയിൽ എത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെയുള്ള സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിനാണല്ലേ. ആദ്യം തന്നെ അത് പറയുന്നുണ്ടല്ലേ. സുഗന്ധദ്രവ്യ ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. അപ്പോൾ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് വായിച്ചിട്ട് ഉത്തരം എഴുതുക ഇതുപോലെ ഡി ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയതിന് ഏകദേശം എത്ര കാലമാണ്. അവരുടെ അധീനതയിൽ നിലനിർത്തിയത് എത്ര കാലത്തോളാണ്. 2 നൂറ്റാണ്ടുകൾ കാലം 2 നൂറ്റാണ്ട് എന്നാണ് ഉത്തരം. അപ്പോൾ നിങ്ങളെന്താണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും, അത് നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതുപോലെ പ്രവർത്തനം 4 എന്താണ് സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ. ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യയെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇപ്പോൾ നിങ്ങളുടെ പാഠഭാഗത്തിലുണ്ടല്ലോ ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക. അതുപോലെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. അടുത്തത് പ്രവർത്തനം 5 എ ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ 5 ബി
പറക്കും കൂട്ടുകാർ അല്ലേ? ഇതൊക്കെ യോജിപ്പിക്കാനുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമുക്ക് മാപ്പുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കാം. ആദ്യം ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇതിലുണ്ടാവില്ലേ, ഈ ഭൂപടത്തിൽ നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാൻ കഴിയുന്നതാണ് 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാം? 5 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ. 5 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടണം അല്ലേ? നമ്മുടെ ഛത്തീസ്ഗഡിലെ 5 സംസ്ഥാനങ്ങളുടെ നടുവില്ല അതിർത്തി പങ്കിടുന്നതാണ് ഛത്തീസ്ഗഡ്. അതുപോലെ ജാർഖണ്ഡും അല്ലേ? ഛത്തീസ്ഗഡ് ഏതൊക്കെയാണ്? മധ്യപ്രദേശിലെ ചുറ്റും എന്താണ്? മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട് അല്ലേ? അതിൻ്റെ ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്നതാണല്ലേ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ഒഡീഷ, ജാർഖണ്ഡ് അല്ലേ? ഇതൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്നതാണ് നമ്മുടെ ഛത്തീസ്ഗഡ്. അതുപോലെ ജാർഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 5 സംസ്ഥാനങ്ങൾ, ഈ 5 സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഛത്തീസ്ഗഡ് ഈ ഏതൊക്കെ 5 സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? അതിൻ്റെ ചുറ്റിലെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ഒഡീഷ, ജാർഖണ്ഡ് ഇവയൊക്കെ ആയിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇതിലുണ്ട് വലുത് ഏതാണ്? രാജസ്ഥാനാണ്. നമുക്കറിയാം ഏറ്റവും വലുത് രാജസ്ഥാനാണ്. സി ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടലേത്? പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ് കാണപ്പെടുന്ന കടൽ? ഇതാണല്ലേ നീല കളറുള്ളതാണ് കടൽ എന്ന് പറയുന്നത് അല്ലേ? അറബിക്കടലാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ളത് അല്ലേ? പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത് അറബിക്കടലാണ്. അതുപോലെ ഡി ക്വസ്റ്റ്യൻ, ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവയെ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി കണ്ടെത്തിയത് അല്ലേ? ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. അപ്പോൾ നമ്മൾ ബംഗാൾ ഉൾക്കടൽ എവിടെയാണ് നോക്കുക. അതുപോലെ എന്താണ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പശ്ചിമ ബംഗാളും ആന്ധ്രാപ്രദേശും എന്താണ് ഒരു സംസ്ഥാനമാണ് അതിർത്തി പങ്കിടുന്ന. വേറൊരു സംസ്ഥാനം കൂടി ഏതാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ബംഗാൾ ഉൾക്കടൽ ഇതാ ഇവിടെ ഉണ്ടല്ലേ. ആ ബംഗാൾ ഉൾക്കടലിനായിട്ട് അതിർത്തി പങ്കിടുന്നത് ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് പറഞ്ഞത്? ഇതാ പശ്ചിമ ബംഗാളും ആന്ധ്രാപ്രദേശും അതിർത്തി പങ്കിടുന്നത്. ഇതിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. വേറൊരു സംസ്ഥാനം ഏതാണ്? ഇതാ ഇവിടെ ഒഡീഷ ഉണ്ടല്ലേ. ഇതും അതിർത്തിയല്ലേ? ഒഡീഷ നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ നിങ്ങളെന്താണ് ഈ ക്വസ്റ്റ്യനിലെ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഷുവറാണ്. അപ്പോൾ എന്താണ് മാപ്പിൽ നോക്കി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ? അപ്പോൾ എന്താണ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക അല്ലേ? ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാളൊക്കെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. അടുത്ത ചോദ്യം, ഈ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അല്ലേ? കേരളം ഇവിടെ നോക്കുക അല്ലേ? കേരളം എന്താ ഇവിടെ ഉണ്ട് അല്ലേ? അതിൻ്റെ അടുത്ത് ആരുള്ളത്? കർണാടകയും തമിഴ്നാടുമാണ്. സംസ്ഥാനങ്ങളെയാണ് ചോദിച്ചത് അല്ലേ? സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ അല്ലേ? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ഈ മാപ്പ് അല്ലേ? ഇന്ത്യൻ്റെ ഭൂപടമാണ്. അപ്പോൾ കർണാടകയും തമിഴ്നാടുമാണ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ. കേരളം, തമിഴ്നാട്, കർണാടക അല്ലേ? അതിൻ്റെ അടുത്തല്ലേ? അതിൻ്റെ അതിർത്തിയിലുള്ളത് കേരളം അല്ലേ? അപ്പോൾ തമിഴ്നാടിൻ്റെയും കർണാടകൻ്റെയും ബോർഡറിലെ അതിർത്തിയിലാണ് കേരളം. അത് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ എന്താണ് കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? കർണാടക, തമിഴ്നാട് എന്നെഴുതാം അല്ലേ? അല്ലെങ്കിൽ പ്രവർത്തനം 5 ബി ക്വസ്റ്റ്യൻ എഴുതണം. പറക്കും കൂട്ടുകാർ. റീന തൻ്റെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിയുടെ നേരെ വരച്ച് യോജിപ്പിക്കുക. നമുക്ക് സിമ്പിളാണ്, വായിച്ചാൽ കിട്ടുന്ന ആൻസറാണ്. അപ്പോൾ എന്താണ് വരച്ച് യോജിപ്പിക്കാനാണ്. അപ്പോൾ ആദ്യത്തേത് എന്താണ്? ഉയരത്തിൽ പറക്കുന്ന കൂർത്ത നഖങ്ങൾ, മൂർച്ചയുള്ള ചുണ്ടുകൾ, ഇരയെ റാഞ്ചി പിടിക്കുന്നു. ആരാണ്? പരുന്താണ് അല്ലേ? ഉയരത്തിലാണ് പറക്കുക അല്ലേ? കൂർത്ത നഖങ്ങളാണ്, മൂർച്ചയുള്ള ചുണ്ടുകളാണ്, ഇരയെ റാഞ്ചി പിടിക്കുകയാണ് ചെയ്യുക. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ റാഞ്ചി പിടിക്കുന്നത് പരുന്താണ്. ചിലപ്പോൾ ഈ ഓപ്ഷന് മാച്ച് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇതിൽ മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അറിഞ്ഞിരിക്കുക അല്ലേ? കറുത്ത നിറം, കൂട്ടമായി സഞ്ചരിക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു. ആരാണ്? കാക്ക അല്ലേ? കാക്ക അല്ലേ? അപ്പോൾ കാക്കയിലേക്ക് യോജിപ്പിക്കുക അല്ലേ? കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറ്, പരിസരം വൃത്തിയാക്കുന്നു. ചെറിയ ശരീരം, നീണ്ട ചുണ്ടുകൾ, വേഗത്തിൽ പറക്കുന്നു, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു. ആരാണ്? പൊന്മാൻ അല്ലേ? മത്സ്യങ്ങളൊക്കെ പിടിക്കുന്നത് പൊന്മാനാണ് അല്ലേ? ഇടത്തരം വലുപ്പം, തലയിൽ തൊപ്പി പോലുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ അല്ലേ? ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ ആരാണ്? മരംകൊത്തിയാണ്. തൊപ്പി പോലുള്ള ഭാഗമൊക്കെ ഉള്ളത് തലയിൽ. ബി ജലത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടത്ത് ഇരയെ തേടുന്ന പക്ഷി അല്ലേ? ജലത്തിൽ ഇരയെ തേടുന്ന പക്ഷി ഏതാണ്? കൊക്ക് അല്ലേ? കൊക്കാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ? കൊക്കാണ്. ജലത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് ഇരയെ തേടുന്നില്ല. മീൻ പിടിക്കുന്നത്, വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് ആരാണ്? കൊക്കാണ്. പരുന്തല്ല, തത്തയല്ല, മൈനയല്ല. സി താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് എടുത്ത് എഴുതേണ്ടത് ഇവിടേക്ക്.
അപ്പോൾ ഏതാണ് ഫസ്റ്റത്തെ എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണോ അല്ല വ്യത്യസ്തമാണ്. എല്ലാ പക്ഷികളും ഒരുപോലെയാണോ? കാക്കയും മൈനയും അല്ലെ കൊക്കൊക്കെ വ്യത്യസ്തമാണ് അവരുടെ ശരീരഘടന അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. തെറ്റായിട്ട് എടുത്തെഴുതുക. ബി എന്താണ്? ആഹാര സമ്പാദന രീതിയിലും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധമുണ്ട്. ശരിയാണ് അല്ലേ? അവർ ആഹാരം സംഭരിക്കുന്നതില്ലേ അതിന് പക്ഷിയെ ശരീരഘടന അല്ലേ, കൊക്കിനെന്താണ് നീണ്ട ചുണ്ടായതുകൊണ്ട് മീനെ കൊത്തി തിന്നാം അല്ലേ? അപ്പോൾ ശരീരഘടനയുമായി ബന്ധമുണ്ട്. ശരിയാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക അല്ലേ, അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും ചോദിക്കല്ലേ, അപ്പോൾ നിങ്ങളെന്താണ് ഒക്കെ അറിയണം അല്ലേ? അതൊക്കെ പഠിച്ചു വെക്കുക. ചിലത് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ശരിയാണോ അല്ലെ തെറ്റാണോ, അല്ലെങ്കിൽ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എഴുതാനുണ്ടാവും ഇല്ലേ? സി ചില പക്ഷികൾക്ക് നീണ്ട കൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമുണ്ട് ഇല്ലേ? കൊക്കിന് നീണ്ട കാലുണ്ട്, നീണ്ട ചുണ്ടുകളുണ്ട്. ശരിയാണ്. ഡി ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. അതും ശരിയാണ്. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതാനുണ്ടാവും അല്ലേ? അപ്പോൾ തെറ്റായിട്ടുള്ളത് എന്താണ്? ഇവിടേക്ക് എടുത്തെഴുതുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ളത്. നമ്മളെല്ലാം സോൾവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.